ബജറ്റ് ചർച്ച സഭയിൽ ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രിയുടെ മറുപടിയോടെ അവസാനിച്ചു. സഭ തൽക്കാലത്തേക്ക് പിരിയുകയും ചെയ്തിട്ടുണ്ട്. അസിത, അപ്പോൾ സംസ്ഥാനത്തെ വിമർശിച്ച പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ബജറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചോദിക്കുന്നത്. പ്രസക്തമായ ചോദ്യമാണല്ലേ. അതേസമയം 35.60 കോടിയുടെ പുതിയ പദ്ധതികളും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ദിവസമായി തുടർന്ന ബഡ്ജറ്റ് ചർച്ചയിലെ മറുപടിയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചത്. സർ, എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഇങ്ങനൊരു സ്ഥിതി വരുന്നു? അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മെമ്പർമാർ ഇവിടെ സംസാരിച്ചപ്പോൾ UDFന്റെ മെമ്പർമാർ ഇന്ത്യയിലെ ഗവൺമെന്റ് എടുക്കുന്ന സമീപനത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? സർ, 35,000 കോടി താഴെ കേരളത്തിന് കിട്ടുന്നുള്ളൂ. 75,000 74,000 കോടി കിട്ടേണ്ടതിൽ ഈ കാര്യം പറയാതെ എങ്ങനെ പ്രതിപക്ഷമാവും? പ്രതിപക്ഷം കേരളത്തിന്റെ പ്രതിപക്ഷമാകുന്നു എന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഞങ്ങൾക്ക് പ്രതിപക്ഷമാവാം, LDFന് പ്രതിപക്ഷമാവാം, UDF. പക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ എപ്പോഴും ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്തല്ലോ, കേരളത്തിന്റെ പ്രതിപക്ഷമായി കേരളത്തിന് കിട്ടേണ്ട ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും പറയാതെ ചർച്ച ചെയ്യുന്നത് ശരിയായില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സ്കോളർഷിപ്പുകൾ സംസ്ഥാനം വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് കണക്കുകൾ നിരത്തി ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടുണ്ട്. സാർ, ആ സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെൻറ് നിർത്തിയ സ്കോളർഷിപ്പ് തുടരാൻ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഇപ്പം നൽകുകയാണ്. സാർ, 20 കോടി രൂപ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സാർ ഈ ബഡ്ജറ്റിൽ. അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ലാന്ന് ഞാൻ പറയുന്നതൊന്ന് വിശ്വാസം എടുക്ക്. ഞാൻ പറഞ്ഞ സ്കോളർഷിപ്പ് വെട്ടിക്കുറക്കില്ല എന്ന് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പറയല്ലേ. അതേസമയം 35.60 കോടിയുടെ പുതിയ പദ്ധതികളും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. പട്ടയ മിഷന് നിലവിൽ 3 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതിന് പുറമെ 2 കോടി രൂപ കൂടെ അനുവദിക്കുകയാണ് സാർ. അത് പൂർത്തീകരിക്കും. സാർ, ആയുർവേദത്തിന് പ്രസിദ്ധമായ തൃത്താലയിലെ ആയുർവേദ പാർക്കിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ബാലരാമപുരം മുതൽ കളിയിക്കാവള വരെയുള്ള നാഷണൽ ഹൈവേ വികസനം ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർമാർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അത് വികസിപ്പിക്കേണ്ടതാണ്. എന്നാലേ നാഷണൽ ഹൈവേയുടെ മുഴുവൻ ഡെവലപ്മെൻറ്റ് വരും. അതിനായിട്ട് കിഫ്ബി വഴി പണം അനുവദിക്കും. സാർ, കുറ്റ്യാടി ടൗണിൽ നിന്നും പഴശ്ശി ചരിത്ര സ്മാരകം ഉൾപ്പെടെയുള്ള മേഖലയിൽ ടൂറിസം സാധ്യതയുള്ള മേഖലയാണ്. അവിടെ അതിനു വേണ്ടിയിട്ട് വികസിപ്പിക്കാനായിട്ട് 2 കോടി രൂപ അനുവദിക്കും. സാർ, കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ആതിരപ്പള്ളി ടൂറിസം മാസ്റ്റർ പ്ലാൻ നൽകുന്നതിനെ പറ്റി ഇവിടെ ചർച്ച വന്നിരുന്നു. ഇതിൽ അടിസ്ഥാന സൗകര്യം, അവിടെ വരുന്ന ആൾക്ക് പാർക്കിംഗ്, ടോയ്ലറ്റ്, ബേസിക് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് 2 കോടി രൂപ ഈ വർഷം തന്നെ അനുവദിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.